So welcome back to our channel. So നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 1ലെ നെക്സ്റ്റ് ടോപ്പിക്കായ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ ആണ്. സോ എന്താണ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ ചോദിച്ചാൽ ബൈ ഡെഫിനിഷൻ നമുക്ക് പറയാം. ഇറ്റ് ഈസ് എ മാത്തമെറ്റിക്കൽ നൊട്ടേഷൻ ടു റെപ്രസെന്റ് ഫ്രീക്വൻസി കൗണ്ട്. ഫ്രീക്വൻസി കൗണ്ട് റെപ്രസെന്റ് ചെയ്യാനുള്ള മാത്തമെറ്റിക്കൽ നൊട്ടേഷൻ ആണ് എന്ത് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. നമുക്ക് 5 ടൈപ്സ് ഓഫ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ സിലബസ് പ്രകാരം പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ബിഗ് O നൊട്ടേഷൻ. ബിഗ് O നൊട്ടേഷന്റെ ഡെഫിനിഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ദ ഫംഗ്ഷൻ f of n equal to big O of g of n if there exists two positive constant c and n0 such that big O less than or equal to f of n less than or equal to c g of n for all n greater than or equal to n0. സോ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് ബിഗ് O നൊട്ടേഷന്റെ ഡെഫിനേഷൻ പറയുന്നത്. നമുക്ക് ഈ ബിഗ് O നൊട്ടേഷന്റെ ഒരു പ്രോബ്ലമാറ്റിക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ബിഗ് O നൊട്ടേഷൻ ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ. നമുക്കൊരു ഫംഗ്ഷൻ തന്നിരിക്കും, ആ ഫംഗ്ഷന്റെ ബിഗ് O നൊട്ടേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. സോ യൂസിങ് ഈ ഡെഫിനേഷനിൽ പറഞ്ഞ ഈ ഒരു ഫോർമുല, ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സോ നമ്മുടെ ഇക്വേഷൻ പ്രകാരം നമ്മുടെ ഇക്വേഷൻ എന്താ തന്നിട്ടുള്ള ബിഗ് O നൊട്ടേഷൻ എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഇക്വൽ ടു സി ജി ഓഫ് എൻ ആണ് അല്ലേ. ഇതിൽ എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫംഗ്ഷൻ, ഇവിടുത്തെ ഫംഗ്ഷൻ എന്താണ്? 3n+2 ആണ് എന്ത് ഇവിടുത്തെ എഫ് ഓഫ് എൻ. അപ്പൊ എഫ് ഓഫ് എൻ അറിയാം, എഫ് ഓഫ് എൻ ഈക്വൽ ടു 3n+2. ഓക്കെ, ഇനി നമുക്ക് സിയും കണ്ടുപിടിക്കണം, ജി ഓഫ് എൻ. സി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോൺസ്റ്റന്റ് വാല്യൂ, അതായത് ഇതിൽ ഈ ഫംഗ്ഷനിൽ, ഈ ഒരു ഫംഗ്ഷനിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആർക്കാണ്? 3 അല്ലേ. 3n ആണ് ഇവിടുത്തെ ഹയസ്റ്റ് വാല്യൂ. ഈ 3nൽ 3യുടെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിയുടെ വാല്യൂ കിട്ടും. 3 + 1 4 ആണ് സിയുടെ വാല്യൂ. ഇനി അടുത്ത് നമുക്ക് ജി ഓഫ് എൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ജി ഓഫ് എൻ എങ്ങനെ കണ്ടുപിടിക്കും? ജി ഓഫ് എൻ നമ്മൾ 3n+2 ആണ് ഫംഗ്ഷനുകൾ. അതിൽ ഏത് ഫംഗ്ഷന്റെ കൂടെ 3n ആണ് നമ്മൾ ഹൈ ആയിട്ട് എടുത്തില്ലേ, അവിടുത്തെ n⁻1 ഹയർ പ്രയോറിറ്റി ഉള്ള വേരിയബിൾ ഏതാണ്? n ആണ്. പക്ഷെ ഇവിടുത്തെ ജി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ n ആണ്. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ n² ആണെന്നെങ്കിൽ ജി ഓഫ് എൻ എന്താവും? n² ആയേനെ. ഓക്കെ അല്ലേ? n ആണ് അടുത്ത് ജി ഓഫ് എൻ. ഇത്രയും ക്ലിയർ ആണോ? സോ നമുക്ക് നെക്സ്റ്റ് ഈ ഒരു കണ്ടീഷൻ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0 എന്ന് പറഞ്ഞ കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ അക്സെപ്റ്റ് ആവണം. സോ അതിനുവേണ്ടി നമ്മൾ എന്നിന് നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. n ഈക്വൽ ടു വാല്യൂ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് എഫ് ഓഫ് എൻ, ഈ ഒരു രീതിയിൽ നമുക്ക് ഇനി ഇത് എഴുതാൻ പറ്റൂല. എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 3n+2 ആണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ജി ഓഫ് എൻ. സി നമ്മൾ കണ്ടുപിടിച്ചു 4 ആണ്. ജി ഓഫ് എൻ എന്താണ്? n ആണ്. സോ നമുക്ക് ഇങ്ങനെ കിട്ടും, ഈ ഒരു ഫോർമാറ്റ് ആയിട്ട് നമുക്കിത് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇത് കണ്ടീഷൻ വാലിഡ് ആണോ നോക്കുകയാണ്. എന്നിന്റെ വാല്യൂ കൊടുക്കുക. എന്നിന് ഞാൻ 1 കൊടുക്കുകയാണ്. 1 കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും 3 × 1 + 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 × 1. അപ്പൊ എന്ത് വരും? 3 + 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ് ആണല്ലേ. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണോ? അല്ല. സോ നമ്മൾ നെക്സ്റ്റ് എന്നിന് 2 കൊടുക്കുന്നു. അപ്പൊ എങ്ങനെ വരും? 3 × 2 + 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 × 2. അപ്പൊ എങ്ങനെ വരും? 6 + 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. 8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. ട്രൂ ആണല്ലേ. സോ ഈ കണ്ടീഷൻ വന്നപ്പോൾ എന്നിന് 2 കൊടുത്തപ്പോൾ ഇതെന്തായി? ട്രൂ ആയി. ട്രൂ ആവുന്ന ടൈമിൽ എങ്ങനെ വരും? ട്രൂ ആവുമ്പോൾ n ഈക്വൽ ടു 2 കൊടുത്തപ്പോഴാണ് ട്രൂ ആയതല്ലേ. സോ അപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ n ഈക്വൽ ടു 2 കൊടുത്തപ്പോൾ എന്തായി? ട്രൂ ആയി. 8 ലെസ് ദാൻ ഓർ 8 ആയല്ലേ. അപ്പൊ നമുക്കിത് എന്തായി? ഇത് 8 ലെസ് ദാൻ ഓർ 8. അപ്പൊ എന്താ? സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാന്ന് വെച്ചാൽ നമുക്കിവിടെ ലാസ്റ്റ് നമുക്ക് എഴുതേണ്ട ആൻസർ ആണ്. നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? 3n+2. 3n+2ന്റെ ബിഗ് O നൊട്ടേഷൻ എന്തായിരിക്കും? ബിഗ് O ഓഫ് എന്താണ്? ഇത് ജി ഓഫ് എൻ എന്താണ്? n ആണ്. സോ ബിഗ് O ഓഫ് n. ഇതാണ് 3n+2ന്റെ ബിഗ് O നൊട്ടേഷൻ. ബിഗ് O ഓഫ് n ആണ് വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ സ്റ്റെപ്പ് എഴുതി വേണം കണ്ടുപിടിക്കാൻ. നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എൻ്റെ എഫ് ഓഫ് എൻ എന്താണെന്ന് എഴുതുക. പിന്നെ ഈ ഒരു ബിഗ് O നൊട്ടേഷന്റെ ആ ഒരു ഇക്വേഷൻ രൂപേണ ഇവിടെ എഴുതണം. എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ജി ഓഫ് എൻ രീതിയിൽ സി കണ്ടുപിടിക്കണം. ബിഗ് O നൊട്ടേഷനിൽ സി കണ്ടുപിടിക്കണം അറിയാമല്ലോ. അതിൽ ഏറ്റവും ബിഗ്ഗർ ആ ഒരു ഫംഗ്ഷനിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂവിനെ ആഡ് ചെയ്യുക. അതിന്റെ കൂടെ ആഡ് ചെയ്യുന്ന വാല്യൂ 1 ആഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ അത് എഴുതുക. പിന്നെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ ബിഗ് O ഓഫ് എൻ ആണ്. ഓക്കെ അല്ലേ? ഇതാണ് ബിഗ് O നൊട്ടേഷൻ. നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് ഒമേഗ ഫംഗ്ഷൻ, ബിഗ് ഒമേഗ. സോ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എൻ ഈക്വൽ ടു ബിഗ് ഒമേഗ ഓഫ് ജി ഓഫ് എൻ if there exists two positive constants c and n0 such that f of n greater than or equal to c g of n less greater than or equal to 0 for all n greater than or equal to n0. So ഇവിടെ
ഫംഗ്ഷൻ നോക്കിയോ, ഫംഗ്ഷൻ സി ജി ഓഫ് എൻ കാട്ടി എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് എവിടെ ഒമേഗയിൽ. നമുക്ക് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കൊണ്ടിട്ടുണ്ട്. എഫ് ഓഫ് എൻ ഈക്വൽ ടു 27n² പ്ലസ് 16n പ്ലസ് 25. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മുടെ ഇക്വേഷൻ എഫ് ഓഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ജി ഓഫ് എൻ ആണ്. ഓക്കെ, എഫ് ഓഫ് എൻ എന്താണ്? എഫ് ഓഫ് എൻ ഈക്വൽ ടു 27n² പ്ലസ് 16n പ്ലസ് 25. നമുക്ക് സി കണ്ടുപിടിക്കണം, ജി ഓഫ് എൻ കണ്ടുപിടിക്കണം. സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വാല്യൂ. നമ്മൾ ബിഗ് ഓ പറഞ്ഞപ്പോൾ അവളെ ഹയസ്റ്റ് വാല്യൂ ആണ് അല്ലേ. ഇവിടെ സി എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ഹയസ്റ്റ് വാല്യൂ ഏതാണ്? അതായത് ഫംഗ്ഷന്റെ കൂടെയുള്ള വാല്യൂ ഈ ഒരു ജി ഓഫ് എന്നിന്റെ കൂടെയുള്ള വാല്യൂ ആണ്. കാരണം സി ജി ഓഫ് എൻ ആണ്, ആ കോൺസ്റ്റന്റ് ജി ഓഫ് എന്റെ കൂടെ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ജി ഓഫ് എൻ എന്താണ്? n² ആണ്. അപ്പൊ അതിന്റെ കൂടെയുള്ള വാല്യൂ 27 ആണ് ഇവിടുത്തെ എന്ത് കോൺസ്റ്റന്റ്. ഓക്കെ അല്ലേ. ഇനി അപ്പൊ നമുക്കിത് ഈ രൂപേണ ഇത് വെച്ച് എഴുതാമല്ലോ. എങ്ങനെ എഴുതാം? 27n² പ്ലസ് 16n പ്ലസ് 25 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ഡോട്ട് ജി എഫ് എൻ. സി എന്താണ്? 27, ജി എഫ് എൻ എന്ന് പറഞ്ഞാൽ 27n². ഇങ്ങനെ എഴുതുക, ഈ ഒരു ഫോർമാറ്റിലോട്ട് എഴുതി. ഓക്കെ ആണോ ഇതുവരെ? ഇനി നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. എന്നിന് 1 ഇട്ടെടുത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. 27 × 1² പ്ലസ് 16 × 1 പ്ലസ് 25 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25 1². ചെയ്യുമ്പോൾ എത്ര കിട്ടും? 68 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 27 എന്ന് കിട്ടും. 68 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 27 ആണല്ലോ, ട്രൂ ആണല്ലോ. ട്രൂ ആകുമ്പോൾ നമുക്ക് പറയാം എന്നിന് ഏത് വാല്യൂ വന്നപ്പോൾ 1 വന്നപ്പോൾ കണ്ടീഷൻ ട്രൂ ആയി. അങ്ങനെയാവുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ 27n² പ്ലസ് 16n പ്ലസ് 25ന്റെ ഫംഗ്ഷന്റെ ബിഗ് ഓ അല്ല ഒമേഗയുടെ വാല്യൂ എന്താണ്? n² ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒമേഗ ഫംഗ്ഷൻ. ഓക്കെ അല്ലേ? നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ നേരത്തെ ചെയ്തപ്പം കോൺസ്റ്റന്റ് കണ്ടെത്തിയപ്പോൾ നമ്മൾ ആഡ് ചെയ്തു ഇല്ല, ഫംഗ്ഷന്റെ അതായത് ജി ഓഫ് എന്നിന്റെ ഫംഗ്ഷന്റെ കൂടെയുള്ള വാല്യൂ ആയിട്ട് 1 ആഡ് ചെയ്തു. ഇവിടെ അങ്ങനെയല്ല, ജി ഓഫ് എന്നിന്റെ കൂടെ ആരുണ്ട് അത് അതായിട്ട് എഴുതാം, ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഓക്കെ, ഇതാണ് ഒമേഗ ഫംഗ്ഷൻ. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് നൊട്ടേഷൻ ആണ് തീറ്റ നൊട്ടേഷൻ. തീറ്റ നൊട്ടേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എൻ ഈക്വൽ ടു തീറ്റ ജി ഓഫ് എൻ ഇഫ് ദർ എക്സിസ്റ്റ് 2 പോസിറ്റീവ് കോൺസ്റ്റന്റ് C1, C2 ആൻഡ് n0. തീറ്റയിൽ രണ്ട് കോൺസ്റ്റന്റ് വരുന്നുണ്ട്. 3 പോസിറ്റീവ് കോൺസ്റ്റന്റ്, ഒന്ന് C1, C2, n0 such that ഇക്വേഷൻ ഇതാണ്: 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു C1 g of n ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of n ലെസ് ദാൻ ഓർ ഈക്വൽ ടു C2 g of n. സോ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഫസ്റ്റ് ഉള്ള C1 g of n ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of n ഉണ്ടല്ലോ, ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒമേഗയുടെ ഫംഗ്ഷനും f of n ലെസ് ദാൻ ഓർ ഈക്വൽ ടു C2 g of n പറഞ്ഞാൽ ബിഗ് O വെച്ച് ചെയ്യാനേ ഉള്ളൂ. ഒമേഗയും ചെയ്യണം, ബിഗ് ഓയും ചെയ്യണം. രണ്ടിന്റെ കോമ്പിനേഷൻ ആണ് തീറ്റയിൽ വരുന്നത്. സോ ഒന്നുകൂടെ പറയാം, C1 g of n ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of n വരെയുള്ളത് ഒമേഗ ഫംഗ്ഷൻ വെച്ച് ചെയ്യണം. f of n ലെസ് ദാൻ ഓർ ഈക്വൽ ടു C2 g of n എന്ന് പറഞ്ഞാൽ ബിഗ് O വെച്ച് ചെയ്യണം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കിയത് വെച്ച് ഞാൻ കാണിച്ചു തരാം. f of n ഈക്വൽ ടു എന്താന്ന് പറഞ്ഞാൽ 3n+2. നമ്മൾ ഫസ്റ്റ് വൺ ചെയ്യാണ് C1 g of n ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of n ഒമേഗ വെച്ച് ചെയ്യാണ്. ഓക്കെ, ഇവിടുത്തെ f of n എന്താണ്? 3n+2 ആണ്. C1 എന്ന് പറയുന്നത് ആരാണ്? C1 എന്ന് പറയുമ്പോൾ 3 ആണ്. g of n എന്ന് പറയുന്നത് n ആണ്. ഓക്കെ, ഇത് ഒമേഗയാണ്. അപ്പോൾ 3 ആഡ് ചെയ്യേണ്ട, 3 അതേപോലെ ഡയറക്റ്റ് എഴുതിയത്. ഓക്കെ, നമുക്കത് ഈ ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? 3n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n+2. എന്നിന് എന്ത് കൊടുക്കണം? 1 വാല്യൂ കൊടുക്കണം. അപ്പോൾ 3 × 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 × 1+2. അപ്പോൾ എങ്ങനെ വരും? 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ട്രൂ അല്ലേ? 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 അല്ലേ? ട്രൂ ആണ്. സോ n ഈക്വൽ ടു 1 വന്നപ്പോൾ കണ്ടീഷൻ ട്രൂ ആയി. ഓക്കെ, അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഈ ഒരു ഫംഗ്ഷൻ വെച്ച് എഴുതണ്ടേ? എങ്ങനെ എഴുതാം? 3n+2 ഈക്വൽ ടു ഒമേഗ എന്താണ്? ഇവിടുത്തെ ഒമേഗ എന്താണ്? അല്ല, എഴുതണ്ട, ട്രൂ ആണെന്ന് വരെ കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം ഒമേഗ കണ്ടുപിടിച്ചു, ഒമേഗ അവിടെ വരെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണ ബിഗ് ഓയുടെ സെക്ഷനാണ്. f of n ലെസ് ദാൻ ഓർ ഈക്വൽ ടു C2 g of n. ഇവിടുത്തെ സെയിം ഫംഗ്ഷൻ തന്നെ f of n എന്താണ്? 3n+2 ആണ്. ഇവിടുത്തെ C2 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 3+1 ചെയ്യണം. O ആണ്, ബിഗ് O ആണ്. ബിഗ് ഒമേഗ അല്ല, ബിഗ് O ആണ്. 3+1 ആണ്, അപ്പോൾ 4. അടുത്ത് g of n എന്ന് പറയുന്നത് n ആണ്. ഓക്കെ അല്ലേ? പിന്നെ എങ്ങനെ എഴുതും?
3n plus 2 less than or equal to C2 എന്താണ് 4n. എന്നിന് ഞാൻ 1 എന്ന വാല്യൂ എടുക്കുന്നു. 3 into 1 plus 2 less than or equal to 4 into 1. 3 plus 2 5 less than or equal to 4 ആണോ? അല്ല, ഫോൾസ് ആണ്. നെക്സ്റ്റ് ഞാൻ എന്നിന് എന്ത് കൊടുക്കുന്നു? 2 വാല്യൂ കൊടുക്കും. അപ്പം എങ്ങനെ വരും? 3 into 2 plus 2 less than or equal to 4 into 2. 8 less than or 8. ട്രൂ അല്ലേ? ട്രൂ ആണ്. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കേണ്ട n equal to 1 ആണ് വലുത്, n equal to 2 കൊടുത്തപ്പോഴാണ്. രണ്ട് സാറ്റിസ്ഫൈ ചെയ്തു, രണ്ട് കണ്ടീഷനും. ഇതിൽ ഏതാ വലുത്? n equal to 2 കൊടുത്തപ്പോഴാണല്ലേ. അപ്പോൾ ഈ 2ന്റെ ഈ കണ്ടീഷനാണ് നമ്മൾ എടുക്കുന്നത്. 2 കൊടുത്തപ്പോഴാണ്, ഹയർ വാല്യൂ 2 അല്ലേ, അതുകൊണ്ട് ഈ ഒരു സെക്ഷൻ, ഈ ഒരു ഫംഗ്ഷൻ ബിഗ് O ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പം എങ്ങനെ വരും? എഫ് ഓഫ് എൻ ഈക്വൽ ടു തീറ്റ ഓഫ് ജി ഓഫ് എൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 3n plus 2 ഈക്വൽ ടു തീറ്റ ഏതാണ്? ബിഗ് ഓയുടെ ജി ഓഫ് എൻ ആണ് എടുക്കുന്നത്. ഏതാണ്? n ആണ്. അപ്പോൾ തീറ്റ ഓഫ് n. മനസ്സിലായോ? ഇതാണ് തീറ്റ നൊട്ടേഷൻ. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ച് രണ്ടെണ്ണം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഏതിലാണോ എന്നിൻ്റെ വാല്യൂ ഹയർ ആ ഒരു നൊട്ടേഷൻ ആയിരിക്കും തീറ്റയായിട്ട് എഴുതുന്നത്. അതിൻ്റെ ജി ഓഫ് എൻ തീറ്റയായിട്ട് എഴുതും. ഓക്കെ അല്ലേ?